ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ഗൈസ് നമ്മുടെ BMW M4 ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ. സോ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പാണ് ഗൈസ്. സോ സത്യം പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് വീഡിയോ ആയി വന്നിരിക്കുകയാണ്. ബട്ട് ഡിഫറൻസ്, നമ്മൾ ഇതിൽ BMലാണ് വന്നിരിക്കുന്നത്. സോ തുടങ്ങിയാലോ. ഗൈസ്, നമ്മളെന്തായാലും ഈ M4 കോമ്പറ്റീഷൻ അങ്ങ് സെല്ല് ചെയ്യാൻ പോവാണ്. സോ ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ഓഫ് BMW M4. ഇനിയൊരു ചിലപ്പോൾ ഒരു M5 ആയിരിക്കാം, ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. സോ ഏത് വേണമെങ്കിലും വരാം. M5 ആയിരിക്കും. എനിക്ക് നല്ലൊരു M5 കോമ്പറ്റീഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഒരു ഫുൾ ബ്ലാക്ക് 7 ഉണ്ട്. അത് കൊണ്ടുവരണോ അതോ വേറെ ഏതെങ്കിലും കൊണ്ടുവരണോ എന്നാണ് ഡൗട്ട്. അമ്മേ പോയി. സോ നമ്മളെ ഇന്നത്തെ ട്രിപ്പ് വന്ന് എങ്ങോട്ടേക്കാന്നുള്ള കാര്യം എനിക്കും അറിയില്ല. ബട്ട് പോകുന്നതിന് മുന്നേ നമ്മളെ വണ്ടി വല്ലാണ്ട് ഡേർട്ടിയാണ്. സോ ഒന്ന് കഴുകിയിട്ട് പോവാണ്. സോ സീ യു ആഫ്റ്റർ ദ വാഷ്. സോ ഗൈസ്, വാഷൊക്കെ കഴിഞ്ഞ് വണ്ടി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. സോറി. ഇന്ത്യയിലൊക്കെ നോക്കി അങ്ങ് തിളങ്ങണം, വെറുതെ കിടന്ന് തിളങ്ങണുണ്ടല്ലേ. പക്ഷേ ഒരേ ഒരു പ്രശ്നമാണ് ഗൈസ്, വാഷ് ചെയ്ത് ഇറക്കി ഉടനെ മഴ. ഈ മഴക്കൊന്നും വേറെ സമയമില്ല. കറക്റ്റ് ഇറക്കിയപ്പോൾ മഴ തുടങ്ങി. പക്ഷെ അതെന്ത് ഇതാണ്. സോ നമ്മളെ പാസഞ്ചറിനെ പിക്ക് ചെയ്യുന്ന സ്ഥലം എത്താനായിട്ടുണ്ട്. നമ്മളെത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങക്ക് വേറെ വണ്ടി വരും. പിന്നെ M5 പഴയ മോഡൽ വേണോ അതോ പുതിയ മോഡൽ വേണോ? കമൻറ്റ് സെക്ഷനിൽ തന്നെ പറയണം. ഐ തിങ്ക് സോ പുതിയ മോഡലായിരിക്കും കുറച്ചുകൂടെ രസം കാണാൻ. നല്ല മാസ് ലുക്ക് ഉണ്ട്. മാഫിയ വൈബ് സാധനം. എന്തായാലും അടുത്ത വീഡിയോയിൽ M5 കോമ്പറ്റീഷൻ ആയിരിക്കും ഗൈസ് നമ്മുടെ വണ്ടി. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ഈ മാസം ഉണ്ടാവുമോ എന്നറിയില്ല. ബിക്കോസ് വെക്കേഷനൊക്കെ തുടങ്ങി. ഞാനങ്ങ്
നാട്ടിലേക്കാണ്. അതുകൊണ്ട് സമയം കുറവാണ്. അത് കാരണമാണ് വീഡിയോ കുറച്ച് ഡിലേ ആവും. അത് കുഴപ്പമില്ല, തിരിച്ചു വരും. എൻ്റെ അമ്മോ, ഗൈസ് പിന്നെ ലെക്സസ് വേണോ M5 കോമ്പറ്റീഷൻ വേണോ? ലെക്സസ് പൊട്ടി ഗൈസ്. നേരത്തെ തന്നെ സർവീസിൻ്റെ അല്ല വാഷിൻ്റെ അവിടെ 40,000 പൊട്ടിച്ച്. അതെന്തിനാണോ വാഷിനൊക്കെ 40,000? ഒരു ചെറിയൊരു പ്രശ്നം പറ്റി. വേറൊന്നുമല്ല, നമ്മളെ M4-ലെ പെട്രോൾ തീർന്നു. സോ എന്നോട് ഗരാജിലേക്ക് വണ്ടി മാറ്റാൻ പറഞ്ഞ്. ശരി, ഞാനത് ഗെയിം കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞ് ഇന്നോവ എടുത്ത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കിയപ്പോഴാണ് പറഞ്ഞത് മോഡ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലെന്ന്. പിന്നെന്ത് ചെയ്യാൻ, വേറെ ഇതെടുത്ത് വന്ന് വേറെ ഇതാക്കി, ട്രിപ്പ് വേറെ സ്ഥലത്തേക്ക് തന്നെ ആക്കി. ഇപ്പോൾ കുറച്ച് ലാഗുണ്ട്. സിഗ്നലാണ്. ഇവിടെ ഒരു പോലീസ് ഉണ്ട് കേസ്, അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളെണ്ണ നിൽക്കുമോ? അറിയാലോ, സിഗ്നലൊന്നും നമുക്കൊന്നുമല്ല. പക്ഷേ പോലീസ് ഉള്ളപ്പോൾ അതാണ് നമ്മൾക്ക് എല്ലാം.
യെസ്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ഫോണിൽ അത്യാവശ്യത്തിന് നല്ല ലാഗുണ്ട്. നല്ല ലാഗെന്ന് വെച്ചാൽ ഒടുക്കത്തെ ലാഗുണ്ട്. പക്ഷേ അതുണ്ടാവും ഗൈസ്, അത് വലിയ കാര്യമാക്കണ്ട. അടുത്ത പ്രാവശ്യം സെറ്റാക്കാം അതൊക്കെ. ഗൈസ്, നമ്മളെ വീഡിയോ കുറേ ആൾക്കാർ കാണുന്നുണ്ട്. ലൈക്ക് ലാസ്റ്റ് ടൈം നമ്മളിട്ട ആ പോളോ കൊണ്ടുപോയ ട്രിപ്പില്ലേ, അതിലെത്ര 158 വ്യൂസ് അങ്ങനെ കിട്ടി ജസ്റ്റ് ഇൻ 2 വീക്സ്. പക്ഷേ കാണുന്നുണ്ട്, പക്ഷെ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും വരുന്നില്ല. അതെന്താണ്? സോ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ ഈ വീഡിയോ കാണുന്നവർ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. പക്ഷെ സ്ഥലം തന്നെ നോക്കിയാൽ നല്ല കളർഫുൾ ആയിട്ടില്ലേ? ഗൈസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ പോവാൻ പോണ സ്ഥലം ഇതേപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതെന്ത് ചുറ്റി വന്ന നമ്മള്? ഡേ നിക്ക് 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 നിക്ക്. ഓ, നമ്മളെവിടെയോ വഴി തെറ്റി. ഇനി അവിടെടാ, ഇങ്ങോട്ടേക്ക് ഏതോ ഒരു ഇൻഡിക്കേറ്റർ ഇടാനാണ് പറയണത്. ഓ, ഇവിടെ സ്ഥലമുണ്ടോ? ഇവിടെ കുറേ ആൾക്കാർ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഗൈസ്, വണ്ടി ഇടിച്ചു. കുഴപ്പമില്ല കുഴപ്പമില്ല, ടൈമില്ല, പോട്ടെ. ഗൈസ്, ഞാനും ബ്രേക്ക് പിടിക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല ഗൈസ്, മഴയാണ്. മൂപ്പർ നോക്കി, പക്ഷെ മൂപ്പർക്ക് കിട്ടിയില്ല.
ഇത് നമ്മൾ ഓൾറെഡി വന്ന വഴി കൂടെ തന്നെയാണല്ലോ പോണേ. ചേടാ ഇതെന്ത് കഷ്ടാണ്. ഇത് നമ്മൾ വന്ന വഴിയല്ലേ? അല്ല, അതേപോലത്തെ ഒരു വഴിയായിരുന്നു നമ്മൾ ആദ്യം വന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് വിസാറ്റ ബട്ടു. അതാണ് നമ്മൾ പോണ സ്ഥലം, വിസാറ്റ ബട്ടു. എൻ്റെ അമ്മേ പോസ്റ്റ് ഇടിച്ചില്ല പൊട്ടെ. അത്രയുള്ളൂ. 130, 140, 150. എൻ്റെ മോനെ 150 കിലോമീറ്റർ. പക്ഷെ മുന്നിലൊരു ചേച്ചി ഒരു ചേട്ടൻ ബൈക്കിൽ വന്നു. നമ്മുടെ വണ്ടീൻ്റെ സ്പീഡ് പോക്കി. ഇനി അമർത്തിയാലോ? എൻ്റെ അമ്മേ ചേടേത് എന്താടാ, എൻ്റെ വണ്ടി പറപ്പിക്കാൻ വിടൂലച്ചള്. അടുത്തത് ഒരു ചേച്ചി, പിന്നെ ഒരു സിഗ്നൽ. ഇപ്പം പോലീസിൻ്റെ കേസ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ വണ്ടിയിൽ പെട്രോള് ഒരു തുള്ളിയേ ഉള്ളൂ. എനിക്ക് പേടിയാണ് പെട്രോൾ എങ്ങാൻ പോകുന്ന വഴി നിന്ന് പോയിട്ട് അവസാനം M4 പോലെ ആയിപ്പോയി. സോ ഞാൻ പെട്രോൾ അടിക്കട്ടെ. Kanal ya. നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. സോ 500 റുപ്യക്ക് പെട്രോൾ അടിച്ച് ഇന്ത്യൻ ഓയിൽ നമ്മൾ ഇറങ്ങുന്നു. 200 ലിറ്റർ പെട്രോൾ അടിച്ച് പൊട്ടേ. ചെറിയൊരു കൊമേറിക്കൽ ബ്രേക്ക് ആയിരുന്നു. തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ സ്ഥലം തെറ്റാണ് കേട്ടോ. നമ്മൾ അതേ അല്ല സ്ഥലം, പക്ഷെ റോഡ് നല്ല രസമുണ്ട്. ഇങ്ങോട്ടേക്ക് എന്തോ റോഡ് കാണുന്നുണ്ട്, പോയി നോക്കുക. കയറി അത്രേ ഉള്ളൂ.
ഗൈസ് ഇനി അപ്പത്തുനിന്ന് ഒരു ഫോർച്യൂണർ വരണം. 18ൻ്റെ പണി കിട്ടും ഗൈസ്. നല്ലോണം കിട്ടും നമുക്ക് പണി. ഓ ഗൈസ് നമ്മളിപ്പോൾ ഈ വഴി നമ്മൾ ആദ്യം തിരിച്ചു വന്ന അതേ വഴി തന്നെ. പക്ഷേ ആക്സലറേറ്ററേ അമർത്തുന്നില്ല. ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി വണ്ടി പോയിക്കോളും, ഒരു കുഴപ്പമില്ല. യെസ് കണ്ടില്ല, ഞാൻ ഒന്നും ചവിടുന്നില്ല, പക്ഷെ വണ്ടി ഓട്ടോമാറ്റിക് സ്പീഡാണ്. ബ്രേക്ക് 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 ബ്രേക്ക്. തട്ടി. കുഴപ്പമില്ല കുഴപ്പമില്ല, നമ്മളെ വണ്ടിക്കൊരു ഡാമേജ് ആയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഡോണ്ട് കെയർ. യെസ് ഇനി ത്രോട്ടിൽ അങ്ങ് കൊടുക്കാൻ പോവാണ്. യെസ് ഗൈസ് എൻ്റെ ഫോണിൽ ഓൺലി 10% ചാർജ് ഗൈസ്. അമ്മച്ചി നിർത്ത്. എൻ്റെ ബ്രോ വാ ബ്രോ, എന്താണ് ബ്രോ? ടൊയോട്ട ഈസ് ഓൾവേസ് എ ടൊയോട്ട. ഗൈസ് ടൊയോട്ടക്ക് പണി കിട്ടി മക്കളെ. കോനെപ്പോൾ പോയി പിടിക്കണം നമുക്ക്. ഇവിടെ നിൽക്കുന്നത് കോൻ ഇന്ന് എൻ്റെ കൈ കൊണ്ട് ചാവും. ഇനിയിപ്പോൾ അങ്ങനെ അങ്ങ് പോയി സൂയിക്കണ്ട. മാറ ഗിയറാണേ, മാറ ഫോർച്യൂണറെ. വാട്ട് ദ ഷിറ്റ് മാൻ. എടാ ഓം പോയി. ഷേ ഇവിടെ നിന്ന് മറ്റേവൻ പോയി. എടാ എന്നാലും അങ്ങനെ വരാൻ പാടില്ലല്ലോ, അതെന്ത് പണിയാണ്? ഉള്ളിൽ കൂടെ കയറി അങ്ങ് ഉണ്ടാക്കണത്. അങ്ങനെയല്ല ഇങ്ങോട്ട്. പിന്നെ സോ നമ്മളെ ലൊക്കേഷൻ എത്തി. ഗൈസ് ഈ സ്ഥലം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഗൈസ് ഇതെന്തോ തീം പാർക്കാന്ന് തോന്നുന്നു ഗൈസ്, കണ്ടില്ലേ? ജാവ തിമൂർ പാർക്ക് 1 അങ്ങനെ എന്തോ ആണ് ഗൈസ് ഇതിൻ്റെ പേര്. സോ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.